ന്യൂനപക്ഷ വോട്ടുകളിൽ വലവിരിച്ച് മുന്നണികൾ. കയ്പമംഗലത്ത് തിരയിളക്കത്തിന് ആക്കം കൂടുന്നു. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം. കടലിലെ ഉപ്പുകാറ്റ് വീശിയടയ്ക്കുന്ന കയ്പമംഗലം മണ്ഡലത്തിലെ മത്സരം കടുക്കുന്നു. എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകൾ ചേരുന്ന കയ്പമംഗലത്തിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം പാരമ്യതയിലേക്ക് കടക്കുന്നു. LDF സ്ഥാനാർത്ഥിയായി CPIയിലെ KK വത്സരാജും UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ TM നാസറും NDA സ്ഥാനാർത്ഥിയായി BDJSിലെ അതുല്യ ഘോഷ് വെട്ടിയാട്ടിലുമാണ് അങ്കത്തട്ടിലുള്ളത്. മൂന്നുപേരും കച്ചമുറുക്കിയതോടെ അംഗം മുറുകിയിരിക്കുകയാണ്. കയ്പമംഗലം പഞ്ചായത്ത് ഒഴികെയുള്ള പഞ്ചായത്തുകൾ LDF ആണ് ഭരിക്കുന്നത്. LDFന് ശക്തമായ അടിവേരുള്ള മണ്ഡലത്തിൽ TM നാസറിന് വിസ്മയം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് UDF അണികളുടെ അവകാശവാദം. കൊടുങ്ങല്ലൂർ കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റായ നാസർ എടവിലങ്ങ് പഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡന്റാണ്. KK വത്സരാജാകട്ടെ ഗുരുവായൂരിൽ നിന്ന് കയ്പമംഗലത്തെത്തിയ പുതുമുഖ സ്ഥാനാർത്ഥിയും. അതുല്യ ഘോഷ് മുൻ നാട്ടിക SNDP യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. കയ്പമംഗലം മണ്ഡലത്തിലെ 40% വരുന്ന ന്യൂനപക്ഷ വോട്ടിലാണ് LDFും UDFും കണ്ണുവെക്കുന്നത്. LDF സ്ഥാനാർത്ഥി വട്ടിപ്പലിശക്കാരനാണെന്ന ആരോപണം UDF ക്യാമ്പിൽ നിന്നെത്തിയതിനെതിരെ LDF നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയാണ് പ്രതിരോധിച്ചത്. ET ടൈസൺ മാസ്റ്റർ മണ്ഡലം മാറിയത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. 35% മുസ്ലിം വോട്ടുകളും 5% ക്രിസ്ത്യൻ വോട്ടുകളുമാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ ഭൂരിപക്ഷം വോട്ടുകൾ കഴിഞ്ഞ തവണയടക്കം ET ടൈസൺ മാസ്റ്റർക്ക് ലഭിച്ചിരുന്നത് ഇത്തവണ TM നാസറിന് ലഭിക്കുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. BJPയുടെ കാവിക്കോട്ടകളായ എടവിലങ്ങ് പഞ്ചായത്തും ആല, പടിഞ്ഞാറെ വെമ്പല്ലൂർ പോലെയുള്ള പ്രദേശങ്ങളും NDA തുണച്ചാൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് NDAയുടെ വിശ്വാസം. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ BJP ആദ്യമായി അക്കൗണ്ട് തുറന്നതും ഈ പ്രദേശങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മതിലകം, പെരിഞ്ഞനം പഞ്ചായത്തുകളിൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു. മുന്നണികൾ കണക്കിലെ കളി പറഞ്ഞ് മനക്കോട്ടകൾ കെട്ടുമ്പോഴും കയ്പമംഗലത്തിലെ ഇടതുപക്ഷത്തിന്റെ അടിവേരിനെ കോട്ടം തട്ടാൻ ഇതിന് കഴിയുമോ എന്ന് കണ്ടറിയണം.